Hi dears, welcome back to EduFix Academy. ഇന്ന് നമ്മൾ ഒരു മാസ്റ്റർ പ്രോഗ്രാം MA പ്രോഗ്രാമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സസ്റ്റൈനബിലിറ്റി സയൻസ് എന്നാണ് കോഴ്സിൻ്റെ പേര്. MA ഇൻ സസ്റ്റൈനബിലിറ്റി സയൻസ്. ഇഗ്നോയിൽ ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രോഗ്രാം കോഡായിട്ട് സെലക്ട് ചെയ്യേണ്ടത് MASS മാസ് എന്നുള്ളതാണ്. ഇതൊരു ഡിസ്റ്റൻസ് പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മിനിമം ഡ്യൂറേഷൻ വരുന്നത് 2 ഇയർ ആണ്. ഇതിൻ്റെ മീഡിയം പഠിക്കേണ്ട മീഡിയം വരുന്നത് ഇംഗ്ലീഷിലാണ്. ഇതിൻ്റെ സ്പെഷ്യലൈസേഷൻ സർട്ടിഫിക്കറ്റിൽ വരുന്നത് സസ്റ്റൈനബിലിറ്റി സയൻസ് എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ മാത്രം മതി ഈ ഒരു PG പ്രോഗ്രാം എടുക്കാൻ. ഫീ സ്ട്രക്ചർ എന്ന് പറയുന്നത് 8200 രൂപ. അഡീഷണലായിട്ട് ഒരു 700 രൂപ രജിസ്ട്രേഷൻ ഫീസിൻ്റെയും ഡെവലപ്മെൻറ്റ് ഫീൻ്റെയും യൂണിവേഴ്സിറ്റിയിൽ അടക്കണം. അപ്പോൾ 1900 രൂപയാണ് ഈ ഒരു കോഴ്സിന് നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ അടയ്ക്കേണ്ട ഫീ എന്ന് പറയുന്നത്. ഇത് ഇനി ഏതെല്ലാം റീജിയൻ സെൻറ്ററിലാണ്, ഏതെല്ലാം സ്റ്റഡി സെൻറ്ററിലാണ് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കൊച്ചിൻ റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ ഇത്രയും കോളേജസിലാണ് ഈ ഒരു കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇതിലേതെങ്കിലും ഒരു സെൻറ്ററിലാണ് കൊച്ചിൻ റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ നിങ്ങൾ റീജിയൻ സെൻറ്റർ എന്താണ്, സ്റ്റഡി സെൻറ്റർ എന്താണെന്ന് അറിയാത്ത ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് കാണാം. അതുപോലെ തന്നെ നമുക്ക് ട്രിവാൻഡ്രം റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ ഇത്രയും കോളേജസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കോളേജ് നിങ്ങളുടെ അടുത്തുള്ളത് ഏതാണോ എന്ന് നോക്കിയിട്ട് അതിൽ രജിസ്റ്റർ ചെയ്യാം. അതുപോലെ വടകര ഭാഗത്തുള്ളവർക്ക് ഇത്രയും സ്റ്റഡി സെൻറ്റേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വീടിനടുത്തുള്ള ഈ ഒരു കോളേജ് ഏതാണോ നോക്കിയിട്ട് അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് കൊടുക്കാം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത്. ഇനി നമുക്ക് ഇതിൻ്റെ അക്കാദമിക് കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് ഫസ്റ്റ് ഇയർ ആൻഡ് സെക്കൻഡ് ഇയർ 2 വർഷത്തെ കോഴ്സാണിത്. മാക്സിമം നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ തരുന്ന സമയം 4 ഇയർ ആണ്. ഇപ്പോൾ കോഴ്സ് കോഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സബ്ജക്റ്റിന് ഇഗ്നോയിൽ ഓരോ സബ്ജക്റ്റുകൾക്ക് ഓരോ കോഴ്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റുകളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, പഠിക്കുന്ന സബ്ജക്റ്റുകളാണ്. പ്രോഗ്രാം എന്ന് പറഞ്ഞാലാണ് ഇഗ്നോയിൽ ആ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ MST 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ്ജക്റ്റ് കോഡാണ്. അതിൻ്റെ സബ്ജക്റ്റ് എന്താണ്, സസ്റ്റൈനബിലിറ്റി സയൻസ്. MST 12 എന്ന് പറഞ്ഞാൽ എക്കോസിസ്റ്റം ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നതാണ്. ഇതൊരു തിയറി കോഴ്സ് ടൈപ്പ് എന്താണ്, തിയറികളാണ്. ഇതൊക്കെ തിയറി പേപ്പേഴ്സാണ്. ഇതിന് കിട്ടുന്ന ക്രെഡിറ്റ്സ് എന്തൊക്കെയാണ്, 4 ക്രെഡിറ്റ്സിൻ്റെ പേപ്പർ. ഇതൊക്കെ തിയറി പേപ്പറുകളാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1 2 3 4 5 6 7 8 9 10 സബ്ജക്റ്റുകളാണ് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. 10 സബ്ജക്റ്റുകൾ. സെക്കൻഡ് ഇയറിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് വെറും 2 4 6 7 സബ്ജക്റ്റുകളാണ്. അതിൽ 7ാമത്തേത് പ്രൊജക്റ്റ് വർക്കാണ്. പ്രൊജക്റ്റ് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. പ്രൊജക്റ്റിന് 8 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. ടോട്ടൽ 72 ക്രെഡിറ്റ്സ് ആണ് നിങ്ങൾക്ക് വരുന്നത്. ടോട്ടൽ 72 ക്രെഡിറ്റ്സിൻ്റെ ഒരു പ്രോഗ്രാമാണിത്. അപ്പോൾ ക്രെഡിറ്റൊക്കെ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗപ്പെടുന്നതാണ്. ക്രെഡിറ്റ്സിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കൂ. ഇതിൽ എക്സിറ്റ് ഓപ്ഷൻസ് ഉണ്ട്. എക്സിറ്റ് വിത്ത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സസ്റ്റൈനബിലിറ്റി സയൻസ് അഥവാ PGDSS ഡിഗ്രി ആഫ്റ്റർ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാം, അതായത് സ്റ്റോപ്പ് ചെയ്യാൻ പഠനം. അപ്പോൾ നിങ്ങൾക്ക് PG ഡിപ്ലോമ കോഴ്സ് എന്താണ് നൽകും, സസ്റ്റൈനബിലിറ്റി സയൻസിൽ PG ഡിപ്ലോമ നൽകും. അതുപോലെ PGDSS അതായത് PG ഡിപ്ലോമ ഇൻ സസ്റ്റൈനബിലിറ്റി സയൻസിൽ ഹോൾഡേഴ്സ് ഓൾറെഡി ഉണ്ട് എന്നുണ്ടെങ്കിൽ ലാറ്ററൽ എൻട്രി കിട്ടും. ഏതിലോട്ട്, സെക്കൻഡ് ഇയറിലോട്ട്. എന്തിന്, ഈ ഒരു മാസ്റ്റർ ഡിഗ്രി ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ എന്താണ് സസ്റ്റൈനബിലിറ്റി സയൻസിലോട്ട് മാസ്റ്റർ MA എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഓൾറെഡി ചെയ്ത ഒരാളാണ്. ഈ ഒരു കോഴ്സ് PG ഡിപ്ലോമ ചെയ്ത ഒരാൾക്ക് സെക്കൻഡ് ഇയറിലോട്ട് ലാറ്ററൽ എൻട്രി ലഭിക്കുന്നതാണ് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു അക്കാദമിക് സൈഡിൽ പറയാനുള്ളത്. പിന്നെ ഇതൊരു കോഴ്സ്, ഇതൊക്കെ എന്താണ്, ഈ ഒരു കോഴ്സ് ആർക്കൊക്കെ എടുത്താലാണ് ഉപയോഗപ്പെടുക എന്നുള്ളതാണ്. ഇതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റി ലേണേഴ്സ് ടു ഡീപ്പൻ their knowledge and understanding about sustainable development and principles of sustainability science. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ അതിൻ്റെ ഡീപ്പർ നോളജ് ഇതിൽ നൽകാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു കോഴ്സ് എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ടു ഡെവലപ്പ് പ്രൊഫഷണൽ നോളജ് ആൻഡ് സ്കിൽ ഇൻ ഫോർമുലേഷൻ, ഇംപ്ലിമെൻറ്റേഷൻ, മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്സ് ആൻഡ് പ്രോഗ്രാംസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ജസ്റ്റ് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ എഡ്യൂഫിക്സ് അക്കാദമിയുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വളരെ ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് ഈ ഒരു
കോഴ്സ് രജിസ്റ്റർ ചെയ്തു തരും. പിന്നെ രജിസ്ട്രേഷൻ ശേഷം നിങ്ങൾക്ക് നമ്മുടെ സർവീസുകൾ അതുപോലെ സപ്പോർട്ടുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അക്കാദമിയുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. ഓൾറെഡി കോഴ്സ് എടുത്തവർക്കും കണക്ട് ചെയ്യാവുന്നതാണ്. കൂടുതൽ കോഴ്സുകളുടെ വിവരങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്